നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് ഉറപ്പിച്ച് കോൺഗ്രസ്. ഏറെ പിടിവാശിക്കൊടുവിൽ 3 സീറ്റ് ചോദിച്ച മുസ്ലിം ലീഗിന് 2 സീറ്റ് കോൺഗ്രസ് നൽകി. ദേശീയ പോരാട്ടത്തിൽ CPMന്റെ പങ്ക് തള്ളിക്കളയാനാകില്ല. CPM ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ കൂടുതൽ സീറ്റ് നേടുകയാണെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് അപ്രസക്തമാകും. കേന്ദ്രത്തിൽ കോൺഗ്രസിന് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തി ചെറുതല്ല. 2004-ലാണ് CPMന് കേന്ദ്രത്തിൽ കൂടുതൽ MP-മാരുണ്ടായിരുന്നത്. ആണവ കരാറിൽ BJPക്കൊപ്പം ചേർന്ന് സ്വീകരിച്ച നിലപാട് മൻമോഹൻ സിംഗിനെ താഴെയിറക്കാനും കേന്ദ്രം പിന്നീട് BJP ഭരിക്കാനും ഇടയായി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിക്കുന്നത് ആനി രാജയാണ്. 2004 മുതൽ 2019 വരെ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിച്ചെങ്കിലും 2019 സ്മൃതി ഇറാനിക്കെതിരെ രാഹുൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ വയനാട്ടിലെ സ്വാധീനം കേരളത്തിൽ UDFന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഉപകരിച്ചു. നിലവിൽ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായ CPM, CPI എന്നീ കക്ഷികൾ CPI സ്ഥാനാർത്ഥിയായാണ് ആനി രാജയെ രംഗത്തിറക്കുന്നത്. അതേസമയം ലോക്സഭയിൽ 3-ാം സീറ്റ് ചോദിച്ച ലീഗിന് ജോസ് കെ മാണിയുടെ ഒഴിവിലാകും രാജ്യസഭയിൽ സീറ്റ് നൽകുക. വയനാട്ടിലെ മത്സരക്കളരിയിൽ രാഹുൽ എത്തുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ഉണർന്നു പ്രവർത്തിക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം കേരളത്തിൽ ഇക്കുറി നേട്ടം കൊയ്യാമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് LDF. സാമുദായിക സന്തുലനം ഉറപ്പു ലഭിച്ചാൽ കേരളത്തിൽ വിജയം ഉറപ്പിക്കാമെന്ന് LDF കരുതുന്നു. രാഹുൽ ഗാന്ധിയെ രംഗത്തിറക്കി പോരാട്ടം കടുപ്പിക്കാനൊരുങ്ങുന്ന UDFന് ശക്തമായ തിരിച്ചടി നൽകാനൊരുങ്ങി LDFും രംഗത്തുണ്ട്. അതേസമയം കേരളത്തിൽ പരമാവധി LDFനെ ചെറുത്തു തോൽപ്പിക്കാനാകും UDFും BJPയും ഒരുങ്ങുക. BJP സ്ഥാനാർത്ഥികൾ കൂടുതൽ വോട്ട് പിടിച്ചാൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകുമെന്ന പ്രതീക്ഷ ഇക്കുറിയും കേരളത്തിലെ UDF നേതാക്കൾ വെച്ചു പുലർത്തുന്നു. ജനസംഖ്യ കുറവുള്ള ജില്ല എന്ന നിലയിൽ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിന് ഏറെ പ്രാധാന്യമുണ്ട്. വോട്ട് ചോർച്ച ഉണ്ടാകില്ലെന്ന അമിത വിശ്വാസമാണ് UDFന് ഇവിടെ ഉള്ളത്. കൽപ്പറ്റ കേന്ദ്രീകരിച്ച് രാഹുൽ ഗാന്ധിയുടെ പോസ്റ്ററുകളും ഉയർന്നു കഴിഞ്ഞു.